ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി കുറേ വണ്ടി തിരഞ്ഞിട്ടും കാണാതെയായിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ചോദിക്കും, എന്ത് പറ്റി സച്ചിയേട്ടാ ചോദിക്കും. നമ്മൾ എവിടെ വെച്ചിട്ട് ഇങ്ങനെ തിരയുക, അവരാ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, എന്തിനാ ഇനി ഇങ്ങനെ തിരയേണ്ടതെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്താണ് സച്ചിക്ക് കോൾ വരുന്നത്. എന്നിട്ട് ആ സാറ് പറയും, നീ എതിർകക്ഷിയാണെന്ന് എനിക്ക് മനസ്സിലായടാ, നീ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഞാൻ 2 റീത്ത് ബുക്ക് ചെയ്യുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ. ഒന്ന് നിൻ്റെ ഈ കൂട്ടുകാരനും ഒന്ന് നിനക്കുള്ളതാ, അത് നീ ഓർമ്മ വെച്ചോ. അരമണിക്കൂറിനുള്ളിൽ നിനക്കത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിൻ്റെ ഭാഗ്യമാണെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സച്ചി പറയും, ഞാൻ എതിർകക്ഷിയൊന്നുമല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രാപ്പകലില്ലാണ്ട് എൻ്റെ ഭാര്യേനെ കൊണ്ട് ഇതൊക്കെ കെട്ടിക്കുമോ എന്നൊക്കെ പറയും. നീ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണ്ടാവൊക്കെ തന്നെ പറയട്ടോ. അങ്ങനെ സച്ചി വേഗം തന്നെ രാവിലെ എടുത്ത ഫോട്ടോ ഗ്രൂപ്പിലിട്ടിട്ട് പറയും, ഈ വണ്ടി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവരും എന്നെ അറിയിക്കണം എന്നൊക്കെ പറയട്ടോ. അങ്ങനെ എല്ലാവരും ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ഈ ഫോട്ടോ ഗ്രൂപ്പിൽ കാണുമ്പോൾ തന്നെ ഈ വണ്ടി മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോകട്ടോ. അപ്പോൾ തന്നെ അയാൾ വേഗം തന്നെ ഓട്ടോ എടുത്തിട്ട് ഈ വണ്ടീനെ ചേസ് ചെയ്യുകയാണ്. എന്നിട്ട് സച്ചിക്ക് മെസ്സേജ് അയച്ചിടും ചെയ്യും, ലൊക്കേഷനും അയച്ചിടും. അങ്ങനെ സച്ചിയും ആ വഴി വരികയാണ് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ട് സച്ചി അയാളെ കുറേ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 ആൾക്കാരും കൂടി വരികയാണ് ഈ സച്ചിനെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ ഓട്ടോക്കാരെല്ലാവരും വന്നിട്ട് അവരുടെ കാര്യം ഓട്ടോക്കാർ നോക്കും. അങ്ങനെ സച്ചി വേഗം മാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.